Okay, thus far we have dealt only with the point estimation. A point estimator is used to produce a single number, hopefully close to the unknown parameter. Okay, in the previous classes we only discussed about the point estimation. അപ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോയിന്റ് എസ്റ്റിമേഷനിൽ ആ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ നമ്പർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. Here we have the interval estimation. In the estimator thus obtained do not in general coincide with the true value of the parameter. We are therefore interested in finding for any population parameter an interval is called confidence interval within which the population parameter may be expected to lie with a certain degrees of confidence interval. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഒരു നമ്മളുടെ എസ്റ്റിമേറ്റർ ആ പാരാമീറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്ന ഇൻ്റർവലിനെ വിളിക്കുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ. ആ കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് നമ്മളത് പറയാറുള്ളത്. സോ ഹിയർ വി ഹാവ് ദി ടോപ്പിക് ഇൻ്റർവൽ എസ്റ്റിമേഷൻ. Okay, we have n independent random variables x1, x2, etc. xn having a point probability density function f of x theta, where theta being the parameter. So we wish to find the interval t1 to t2 where the function x1 where the function of x1, x2, etc. xn such that probability of t1 less than theta less than t2 equal to 1 minus alpha. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാരാമീറ്റർ തീറ്റ വരുന്ന ഒരു ഇൻ്റർവൽ കണ്ടുപിടിക്കുക എന്നാണ് ചെയ്യുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർവൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രോബിലിറ്റി ഓഫ് t1 less than theta less than t2 equal to 1 minus alpha വരണം, where alpha is the degrees of confidence. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കോൺഫിഡൻസ് ആണ് എന്ത്? ആൽഫ എന്ന് പറഞ്ഞാൽ ഇൻ ദി ഇൻ്റർവൽ എസ്റ്റിമേഷൻ ഓഫ് ദ റിസ്ക് ഓഫ് മേക്കിംഗ് ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ ക്യാൻ ബി ദർ ഫോർ കൺട്രോൾഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയിന്റ് എസ്റ്റിമേഷൻ നമുക്ക് ചെറിയ എറേഴ്സ് വരാം, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഇൻ്റർവൽ എസ്റ്റിമേഷൻ നമ്മൾ പ്രത്യേകം എന്താണ്? ഒരു ഇൻ്റർവൽ നമ്മൾ പറയണം, ആ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ ആ എന്താണ് പാരാമീറ്റർ ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. സോ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കുറയ്ക്കാൻ പറ്റും. ദെൻ ദ ഇൻ്റർവൽ t1 t2 ഈസ് എ റാൻഡം ഇൻ്റർവൽ, ഹെൻസ് ജനറൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സാമ്പിൾസ്. അത് ഡിഫറെൻറ്റ് സാമ്പിൾസ് അനുസരിച്ച് എന്ത് ചെയ്യും? ആ ഇൻ്റർവെല്ലിൽ ചേഞ്ച് ആവും. സം ഓഫ് ദർ ഇൻ്റർവൽ വിൽ കണ്ടെയ്ൻ ദ ട്രൂ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ തീറ്റ, സം ഓഫ് ദം വിൽ നോട്ട്. അപ്പോൾ ചില ഇൻ്റർവെൽ എന്ത് ചെയ്യും? ആ ട്രൂ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ഉണ്ടായിരിക്കും, ചിലതിൽ ആ പാരാമീറ്ററിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കില്ല. സോ ഇൻ എ ലോങ് സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ദ ഫ്രീക്വൻസി ഓഫ് കേസസ് ഇൻ വിച്ച് ദിസ് ഇൻ്റർവൽ കണ്ടെയ്ൻ ദ ട്രൂ വാല്യൂ, frequency of cases in which this interval contain the true value of confidence interval having the 1 minus alpha confidence that our single interval contain the true parameter of value. അപ്പോൾ ഒരു ഇൻ്റർവലിന് എന്താണ്? 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മൾ 100 സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ സെയിം സൈസിലുള്ള 100 ഡിഫറെൻറ്റ് സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് സാമ്പിൾസിനും 100 പോസിബിലിറ്റീസ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുക. ദെൻ ദ ഇൻ്റർവൽ t1 t2 is called confidence interval or fiducial interval. ഓക്കെ, കോൺഫിഡൻസ് ഇൻ്റർവൽ ഓർ ഫിഡൂഷ്യൽ ഇൻ്റർവൽ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പാരാമീറ്റർ തീറ്റ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് 1 മൈനസ് ആൽഫ ഈസ് കോൾഡ് ദി കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ദി ഇൻ്റർവൽ t1 t2. 1 മൈനസ് ആൽഫ തന്നെ ആൽഫയെ നമ്മളതിന് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുക. ദെൻ ദ ലിമിറ്റ് t1 t2 ഈസ് കോൾഡ് കോൺഫിഡൻസ് ലിമിറ്റ് നമ്മൾ വിളിക്കും. ഒക്കെ ന്യൂ ടേംസ് ആയതുകൊണ്ട് ജസ്റ്റ് നോക്കി പോവാം. എ കോൺഫിഡൻസ് ഇൻ്റർവൽ ഗിവ്സ് ബോത്ത് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി അൺനോൺ പാരാമീറ്റർ ആസ് വെൽ ആസ് എ മെഷർ ഓഫ് ഹൗ കോൺഫിഡൻസ് വി ആർ ഓഫ് ദാറ്റ് ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ അൺനോൺ പാരാമീറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷർ ഓഫ് ഹൗ കോൺഫിഡൻസ് വി ആർ ഓഫ് ദാറ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളതിനെ പറ്റി നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവലിനെ പറയാൻ പറ്റും. സോ നമ്മൾ നെക്സ്റ്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കോൺഫിഡൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻ്റർവൽ നമുക്ക് പറയാൻ പറ്റും. സോ ഫോർ ഇൻസ്റ്റൻസ് വി ടേക്ക് ആൽഫ ഈക്വൽ ടു 0.05. ആൽഫ നമ്മൾ 0.05 എടുക്കുകയാണെങ്കിൽ 95% കോൺഫിഡൻസ് പൊസസ് ദ മീനിങ് ദാറ്റ് ഇഫ് 100 ഇൻ്റർവൽസ് ആർ കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ 100 ഡിഫറെൻറ്റ് സാമ്പിൾസ്. നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിഫറെൻറ്റ് സാമ്പിൾസ്, സെയിം സൈസിൽ 100 ഡിഫറെൻറ്റ് സാമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 100 ഇൻ്റർവൽസ് എടുത്തു. From that population 95 of them will include the true value of the parameter. അപ്പോൾ അതിൽ 95 ഇൻ്റർവൽസിൽ എന്തെങ്കിലും ട്രൂ വാല്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുക? 95% കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ആൽഫ അവിടെ 0.05
5 ആണ്. ആൽഫ 0.05 ആണ്. 5% എന്തായിരിക്കും അത് ഉണ്ടായിരിക്കില്ല. സോ ബൈ ആക്സെപ്റ്റിംഗ് 95 കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി പാരാമീറ്റർ ഓഫ് ദി ഫ്രീക്വൻസി ഓർ റോങ് എസ്റ്റിമേറ്റേഴ്സ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5%. അപ്പോൾ റോങ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എസ്റ്റിമേറ്റ് റോങ് എസ്റ്റിമേറ്റിൻ്റെ പാരാമീറ്ററിൻ്റെ റോങ് എസ്റ്റിമേറ്റ് എത്രയെന്ന് വെച്ചാൽ 5% ആണ് വരിക. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ ജെ നെയ്മാൻ ആണ്. എന്ത് നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മീൻ അങ്ങനത്തെ കുറച്ച് കോൺഫിഡൻസ് ഇൻ്റർവൽ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ എൻ ഓഫ് മ്യൂ സിഗ്മ. നമ്മൾ നോർമൽ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ സാമ്പിൾസ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ മീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ അതായത് കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ തന്നെ 3-4 കേസസ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട്, ഒന്ന് സിഗ്മ നോൺ ആവുന്ന കേസ്, സിഗ്മ അൺനോൺ വിത്ത് സ്മോൾ സാമ്പിൾ സൈസ്, സിഗ്മ അൺനോൺ വിത്ത് ലാർജ് സാമ്പിൾ സൈസ് ആയിട്ടുള്ള കുറച്ച് കേസസ് ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ എൻ ഓഫ് മ്യൂ സിഗ്മ വെൻ സിഗ്മ നോൺ, അതായത് സിഗ്മ നമുക്ക് നോൺ ആയിരിക്കുന്ന കേസിൽ. സോ നമുക്ക് എന്താണ് ഒരു പാരാമീറ്റർ മ്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്. മ്യൂ അത് ആ കോൺഫിഡൻസ് ഇൻ്റർവൽ അതിൻ്റെ മീൻ ഹിയർ മ്യൂ ആണ്. സോ ആ മ്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവലിൻ്റെ ഉള്ളിലായിട്ടുള്ള ആ ഇൻ്റർവലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റാൻഡം സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യണം ഫ്രം ദി നോർമൽ പോപ്പുലേഷൻ. സോ ടു എസ്റ്റിമേറ്റ് മ്യൂ let us draw a random sample x1 x2 etc xn of size n from the normal population. Let x bar be the sample mean. x bar നമ്മൾ സാമ്പിൾ മീൻ ആയിട്ട് എടുത്തു ഫ്രം ദി നോർമൽ പോപ്പുലേഷൻ n of mu sigma ൻ്റെ സൈസ് n ആണ്. ദെൻ x bar follows n of mu sigma by root n. നമുക്കറിയാവുന്നതാണ് x ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ x bar എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, മീൻ മ്യൂ ആയിരിക്കും, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും. സോ ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡർഡൈസേഷൻ, നമുക്ക് എക്സ് ആണ് നമ്മളുടെ റാൻഡം വേരിയബിൾ, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മീൻ മൈനസ് ചെയ്തിട്ട് അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഹിയർ എക്സ് ബാർ ആണ്. സോ നമ്മൾ എന്തായാലും സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പം z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n വിച്ച് ഫോളോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എന്താണ് അതിൻ്റെ മീൻ 0 ആയിട്ട് മാറും, വേരിയൻസ് 1 ആയിട്ട് മാറും. സോ വിച്ച് ഫോളോസ് n ഓഫ് 0 1 ഫ്രം ദ ഏരിയ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ 50% ലെഫ്റ്റ് സൈഡും 50% റൈറ്റ് സൈഡും ഒക്കെ ആയിട്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. സോ വി ഗെറ്റ് പ്രോബിലിറ്റീസ് ഓഫ് മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡുലസ് ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബിലിറ്റി ഓഫ് മൈനസ് z ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 2. മോഡ് z എന്ന് പറഞ്ഞാലും മൈനസ് z ആൽഫ മുതൽ പ്ലസ് z ആൽഫ വരെ എന്നുള്ള ആ കോൺസെപ്റ്റ് എന്താണ്, സെയിം ആണ്, ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇനി z പകരം എന്ത് ചെയ്യുക, നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പ്രോബിലിറ്റി ഓഫ് മൈനസ് z ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ. നമുക്ക് 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ദെൻ പ്രോബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഈ മ്യൂ മാത്രം അവിടെ സെൻട്രൽ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. സോ ആദ്യം എന്ത് ചെയ്യുക, ഈ സിഗ്മ ബൈ റൂട്ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട്, അപ്പോൾ എന്താണ് ഇവിടെ ഡിവൈഡഡ് ബൈ സംതിങ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്ക് ഈ സിഗ്മ ബൈ റൂട്ടിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. ഇത് ഒഴിവാക്കണമെങ്കിൽ എന്താണ്, ത്രൂ ഔട്ട് സിഗ്മ ബൈ റൂട്ടിനോട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. സോ ഇവിടെ എന്ത് വരും, z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ടൻ വരും, ഇവിടെയും z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ടൻ വരും. നെക്സ്റ്റ് നമുക്ക് മ്യൂ മാത്രം ഇവിടെ നിർത്തിയാൽ മതി. സോ ഈ എക്സ് ബാർ ഉണ്ട്, എക്സ് ബാറിന് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ മൈനസ് എക്സ് ബാർ കൊടുക്കണം. സോ ഇവിടെ മൈനസ് എക്സ് ബാർ കൊടുക്കണം, ഇവിടെ മൈനസ് എക്സ് ബാർ കൊടുക്കണം. സോ വി ഗെറ്റ് പ്രോബിലിറ്റി ഓഫ് മൈനസ് എക്സ് ബാർ മൈനസ് z ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ടൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബാർ പ്ലസ് z ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ടൻ ഈക്വൽ ടു 1 മൈനസ് ആൽഫ. നമുക്കിവിടെ മൈനസ് മ്യൂ അല്ല വരേണ്ടത്, പ്ലസ് മ്യൂ ആണ്. സോ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ എന്ത് ചെയ്യും, ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. സോ എന്തായിട്ട് മാറും, ഇവിടെ ത്രൂ ഔട്ട് പ്ലസ് ആയിട്ട് മാറും, ഇവിടെ എക്സ് ബാർ മൈനസ് ഉള്ളത് പ്ലസ് ആവും, ഇവിടെ മൈനസ് ആയിട്ട് മാറും. പക്ഷേ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. സോ വി ഗെറ്റ് പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ടൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ
√10 വരും ഈക്വൽ ടു 1 മൈനസ് ആൽഫ. സോ അതിൻ്റെ പ്രോബിലിറ്റി 1 മൈനസ് ആൽഫ കിട്ടുകയാണെങ്കിൽ ആ ഇൻ്റർവെലിനെ നമ്മൾ എന്ത് വിളിക്കുക, കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് വിളിക്കുക. സോ ഹെൻസ് നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യാൻ, കോൺഫിഡൻസ് ഇൻ്റർവൽ എടുത്ത് തരാൻ പറ്റും. എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 ആണ് നമ്മളുടെ എന്താണ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി മീൻ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതേ പ്രൊസീജിയറിനാണ് വേറെ ഏതൊരു മീൻ ഇപ്പോൾ സിഗ്മ അൺനോൺ ആവുന്ന കേസും നോൺ ആവുന്ന കേസൊക്കെ പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും, പക്ഷേ കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ് സെയിം രൂപത്തിലാണ് ചെയ്യുന്നത്. ഹിയർ സെഡ് ആൽഫ ബൈ 2 ഈസ് ഒബ്റ്റൈൻ ഫ്രം ദി ടേബിൾ. നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും, നമ്മുടെ അൽഗോരിതം ടേബിൾ ഉണ്ടായിരുന്നത് നമുക്ക് സെഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ കിട്ടും. ഷോവിങ് ദി ഏരിയ അണ്ടർ ദി സ്റ്റാൻഡേർഡ് നോർമൽ curve in such a way that the area under the normal curve is to right is equal to alpha by 2. അപ്പോൾ നോർമൽ കർവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആൽഫ ബൈ 2 നമ്മൾ എടുക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടേബിൾ നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് ആൽഫ ഈക്വൽ ടു 0.05, ആൽഫ 0.05 ആണ് അത്ര 95% കോൺഫിഡൻസ് ഇൻ്റർവലാണ് ഉദ്ദേശിച്ചുള്ളത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആൽഫ ബൈ 2 നമുക്ക് നമ്മളുടെ സെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടാബിളിൽ നിന്നല്ല ആക്ച്വലി ആ വാല്യൂ കിട്ടുക, സെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടാബിളിലല്ല, പകരം നമ്മളുടെ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി വരുന്ന ഒരു കേസുണ്ട്. ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു സാധനമുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുക. സോ ഹിയർ സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1.96, അതായത് ആൽഫ 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആൽഫ ബൈ 2 1.96 ആണ്. സോ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മളുടെ എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയിട്ട് നമ്മളുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ സെഡ് ആൽഫ ബൈ 2ന് പകരം എന്ത് ചെയ്യുക 1.96 കൊടുത്താൽ മതി. സോ ദ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ √10 വരും. ദെൻ ആൽഫ 0.08 ആണ് എത്രയാണ്, ബാക്കി ശതമാനം, അതായത് 98% കോൺഫിഡൻസ് ഇൻ്റർവലാണ്. സോ ആൽഫ 0.02 ആകുമ്പോൾ ആൽഫ ബൈ 2 എത്ര വരും, 0.01 വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് സെഡ് ആൽഫ ബൈ 2 നമ്മൾ ആ ടാബിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 2.326. സോ ദി 98% ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ഇസ് എക്സ് ബാർ മൈനസ് 2.326 സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് 2.326 സിഗ്മ ബൈ √10 വരും. അതേപോലെ നമുക്ക് ആൽഫ എടുക്കുന്നതനുസരിച്ച് ആൽഫ ബൈ 2 കണ്ടുപിടിക്കുക, അതിൻ്റെ സെഡ് ആൽഫ ബൈ 2 നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇഫ് ആൽഫ ഈക്വൽ ടു 0.01 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 2.58 ആണ്, ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. സോ 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ഈസ് എക്സ് ബാർ മൈനസ് 2.58 സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് 2.58 സിഗ്മ ബൈ √10 വരും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ആൽഫ 0.1 ആയിട്ട് വരുന്ന കേസിൽ ആൽഫ ബൈ 2 എത്ര വരും, 0.1645 വരും. സെഡ് ആൽഫ ബൈ 2 1.645 വരും. ആൽഫ 0.1 ആകുമ്പോൾ ആൽഫ ബൈ 2 ആണ് 0.05 വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയ സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു എത്ര വരും, 1.645 വരും. സോ 90% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 1.645 സിഗ്മ ബൈ √10 എക്സ് ബാർ പ്ലസ് 1.645 സിഗ്മ ബൈ √10 വരും. ഓക്കെ, ഇതാണ് സിഗ്മ നോൺ ആവുന്ന കേസ് അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ തന്നെ. ഇതേപോലെ തന്നെ സിഗ്മ അൺനോൺ ആവുന്ന കേസ് ഫോർ എൻ ലാർജ്, അതായത് നമ്മുടെ സാമ്പിൾ സൈസ് ലാർജ് ആവുക, അതുപോലെ സാമ്പിൾ സൈസ് സ്മോൾ ആവുന്ന കേസുണ്ട്. സോ സെക്കൻഡ് കേസാണ് വെൻ സിഗ്മ ഈസ് അൺനോൺ എൻ ഈസ് ലാർജ്, ദാറ്റ് ഈസ് ലാർജ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സാമ്പിൾ സൈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 30 വരുന്ന കേസാണ്. So when the sample is drawn from a normal distribution or not, by central limit theorem വെച്ചിട്ട് നമുക്ക് z equal to x bar minus mu by s by √10. അതായത് നമ്മളുടെ ഇവിടെ വേരിയൻസ് സിഗ്മ നമുക്ക് അൺനോൺ ആണ്, സോ നമ്മൾ സാമ്പിൾ വേരിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എസ് ബൈ √10 വിച്ച് ഫോളോസ് n of 0 1 as n tending to infinity. Here we know that
പ്രോബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ഈക്വൽ ടു 1 മൈനസ് ആൽഫയാണ്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിന് അതേ സാധനം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, മോഡുലസ് ഒഴിവാക്കാം മീൻസ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ടു സെഡ് ആൽഫ ബൈ ടു വരെ എടുക്കുക ഈക്വൽ ടു 1 മൈനസ് ആൽഫ. എന്നിട്ട് സെഡിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ലിമിറ്റ്, നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾക്ക് അലോങ് ദി മ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് വി ഗെറ്റ് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ ടു എസ് ബൈ റൂട്ട് ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ by 2 s by root 10 that's equal to 1 minus alpha. Therefore, the 100 into 1 minus alpha percentage confidence interval for the mean mu is x bar minus z alpha by 2 s by root 10 x bar plus z alpha by 2 s by root 10. ഈ z alpha by 2ൻ്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഇത് നമുക്ക് നേരത്തെ ചെയ്ത കോൺഫിഡൻസിൻ്റെ ആകെ എന്താ മാറ്റമുള്ളൂ, സിഗ്മ അൺനോൺ ആയതുകൊണ്ട് എസ് വന്നുള്ള മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കേസും സെയിം കേസ് തന്നെയാണ്, പക്ഷേ സ്മോൾ സാമ്പിൾ സൈസ്, അത് n ലെസ് ദാൻ 30 വരുന്ന കേസ്. വെൻ സിഗ്മ ഈസ് അൺനോൺ n ഈസ് സ്മോൾ, ദാറ്റ് ഈസ് n ലെസ് ദാൻ 30 വരുന്ന കേസ്. നേരത്തെ അതേ കൺസെപ്റ്റ് നമ്മൾ എന്തൊരു സാമ്പിൾ, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു സാമ്പിൾ നമ്മൾ എടുക്കണം, അവിടെ സിഗ്മ അൺനോൺ ആണ്. ദെൻ എക്സ് ബാർ അവിടുത്തെ സാമ്പിൾ മീൻ ആയിട്ടും എസ് സ്ക്വയർ അവിടുത്തെ സാമ്പിൾ വേരിയൻസ് ആയിട്ടും ചൂസ് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിൽ മാറ്റേണ്ട, അവിടെ സെഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് വരിക. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 വിച്ച് ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇവിടെ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്, സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നേരത്തെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, സെഡിന് പകരം ടി വന്നെന്നുള്ളൂ. സോ 100 into 1 minus alpha percentage confidence interval for the mean mu is constructed as follows. നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, പ്രോബിലിറ്റി ഓഫ് മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ ടു, അവിടെ സെഡ് ആയിരുന്നു ഇവിടെ ടി ആയിട്ട് മാറി, ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇതോ മോഡുലസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മൈനസ് ടി ആൽഫ ബൈ ടു മുതൽ പ്ലസ് ടി ആൽഫ ബൈ ടു വരെ പ്രോബിലിറ്റി ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, ഈ ടിക്ക് പകരം നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് 10 മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് മ്യൂ മാത്രം നിർത്തിയിട്ട് ബാക്കി നമുക്ക് ലെഫ്റ്റിലേക്കും സൈഡ് റൈറ്റിലേക്കും നമ്മൾ എന്തും ഷിഫ്റ്റ് ചെയ്യണം. സോ ആദ്യം എസ് ബൈ റൂട്ട് 10 മൈനസ് 1 ത്രൂ ഔട്ട് ഒഴിവാക്കണിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ എക്സ് ബാറിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ മൈനസ് എക്സ് ബാർ ചെയ്യുക. ദെൻ ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും, ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കണമെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് പ്രൊസീജിയർ. സോ വി ഗെറ്റ് പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ ടു എസ് ബൈ റൂട്ട് 10 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu less than or equal to x bar plus t alpha by 2 s by root 10 minus 1 equal to 1 minus alpha. So we get the 100 into 1 minus alpha percentage confidence interval for the mean mu equal to എന്തെങ്കിലും x bar minus t alpha by 2 s by root 10 minus 1 x bar plus t alpha by 2 s by root n minus 1 വേർ ടി ആൽഫ ബൈ ടു നമുക്ക് നമ്മൾ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാബിൽ നിന്ന് കിട്ടും വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് പ്രോബിലിറ്റി ആൽഫ നമ്മൾ പ്രോബിലിറ്റി അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? സോ ഈ രൂപത്തിലാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുക. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് ഒക്കെ നോക്കി വെക്കുക. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീനിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ സിഗ്മ അൺനോൺ വിത്ത് സ്മോൾ സാമ്പിൾ സൈസ്, സിഗ്മ അൺനോൺ വിത്ത് ലാർജ് സാമ്പിൾ സൈസ് ആണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ.